തമിഴ്നാട് നീലഗിരിയിൽ റോഡരികിൽ കടുവ. മുതുമല വന്യജീവി സങ്കേതം തൈപ്പങ്കാടാണ് 4 കുട്ടികൾക്കൊപ്പം കടുവയെ കണ്ടത്. കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് കാർ ഡ്രൈവറാണ്. ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അനൂപ് കയ്യാർ കൂടി ചേരുകയാണ്. അനൂപ്, നമുക്ക് സ്ക്രീനിൽ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ 4 കുട്ടികൾക്കൊപ്പമുള്ള കടുവയുടെ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നീലഗിരിയിലാണ്, അതായത് തമിഴ്നാട് കേരള അതിർത്തി മേഖലയായ തൊപ്പക്കാട് വന്യജീവി തൊപ്പക്കാട് എന്ന് പറയുന്നത് ഒരു ആന വളർത്തൽ, തമിഴ്നാട് സർക്കാരിന്റെ ആന വളർത്തൽ കേന്ദ്രമെല്ലാമുള്ള നീലഗിരിയിലെ മുതുമല കടുവാ സങ്കേതത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്താണ്. ഇത് നമ്മളുടെ വയനാട്ടിൽ നിന്ന് പാട്ടവയൽ വഴി നീലഗിരിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഊട്ടിയിലേക്ക് പോകുന്ന, ഊട്ടി അതോടൊപ്പം തന്നെ കർണാടക മേഖലയിലേക്കെല്ലാം പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ്. അവിടെയാണ് ഈ വിധത്തിൽ വനയോരത്ത് ഇത്തരത്തിൽ കടുവയുടെ ദൃശ്യം കാർ യാത്രികൻ പകർത്തിയത്. പൊതുവിൽ വയനാട് അതുപോലെ തന്നെ തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ, അതായത് മുതുമല കടുവാ സങ്കേതത്തിന്റെ പരിധി, അതോടൊപ്പം തന്നെ ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിന്റെ പരിധി, ഈ 3 അതിർത്തികൾ സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ പങ്കിടുന്ന മേഖലയിലെല്ലാം തന്നെ ഈ വിധത്തിൽ വന്യജീവി ആക്രമണം അല്ലെങ്കിൽ വന്യജീവി സാന്നിധ്യം വലിയ തോതിൽ രൂക്ഷമാകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ്, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള സ്ഥിരീകരണം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 4 കുട്ടികൾക്കൊപ്പം ഈ കടുവ വനാതിർത്തിയിലേക്ക് എത്തുന്ന ഒരു ദൃശ്യമാണ് ഇതിലെ സഞ്ചരിച്ച ഒരു കാർ യാത്രികൻ പകർത്തിയത്. ഈ 4 കുട്ടികൾ ആദ്യം കടുവ പുറത്തേക്ക് വരുന്നു, പിന്നീട് പരസ്പരം ഈ പരിസരം നിരീക്ഷിച്ചതിന് ശേഷം അതിന്റെ കുട്ടികളെ ഈ റോഡിലേക്ക് കൊണ്ടുവരികയും പിന്നീട് റോഡ് മുറിച്ചു കടക്കുകയുമാണ് ഉണ്ടായത്. ഏതായാലും ആ ദൃശ്യങ്ങളാണ് ഈ കാർ യാത്രികന് പകർത്താനായത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വനാന്തര ഭാഗമാണ്, വനാന്തരത്തിലൂടെയുള്ള വനപാതയാണ്. ഈ മുതുമല കടുവാ സങ്കേതത്തിന്റെ തൊപ്പക്കാട് ആനവളർത്തൽ കേന്ദ്രമെല്ലാമുള്ള മേഖല എന്ന് പറയുന്നത് വനമേഖലയാണ്, വന അതിർത്തി സ്ഥലങ്ങളാണ്, ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഇത്. തൊപ്പക്കാട് ആനവളർത്തൽ കേന്ദ്രത്തിലേക്കെല്ലാം നിരവധി യാത്രികർ, സഞ്ചാരികൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഏതായാലും അവിടെയാണ് ഈ വിധത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ദൃശ്യം ഇപ്പോൾ ഈ വിധത്തിൽ പ്രചരിക്കുന്നത്, അല്ലെങ്കിൽ കാർ യാത്രികർ എടുത്തതിനു ശേഷം അത് ആ വിധത്തിൽ പ്രചരിക്കുകയാണ്. ഏതായാലും കടുവകളുടെ സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ച ഒരു പ്രദേശമാണിത്. അതുപോലെ തന്നെ മുതുമല കടുവാ സങ്കേതത്തിന് ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ്. ശരി, അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട് നീലഗിരിയിൽ റോഡരികിൽ കടുവ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുതുമല വന്യജീവി സങ്കേതം തൈപ്പങ്കാടാണ് 4 കുട്ടികൾക്കൊപ്പമുള്ള കടുവയുടെ ദൃശ്യം നമുക്ക് ലഭിച്ചത്. അത്തരത്തിലൊരു വഴിയാത്രക്കാരനാണ് ഈ ഒരു ദൃശ്യം പകർത്തിയത്. അനൂപ് കയ്യാറാണ് വിവരങ്ങൾ നൽകിയത്.